ആഴങ്ങളിൽ തീരത്തടുക്കുന്ന ഓരോ തിരകളെയും വകഞ്ഞുമാറ്റി കടന്നുപോകുന്ന മത്സ്യയാനങ്ങൾ. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ ഇത് കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര സ്വദേശി ജോസഫ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി ആത്മീയ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. കടലിലുണ്ടായ പല അപകടങ്ങളിലും ദൈവം ജോസഫിന് രക്ഷകനായെത്തി. പല പ്രതിസന്ധികളെയും ദൈവകൃപ കൊണ്ട് തരണം ചെയ്ത ജോസഫ് നല്ലൊരു വിശ്വാസിയാണ്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ജോസഫ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ താമസിക്കുന്ന ശക്തികുളങ്ങരയാണ്. മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ. നോർവേക്കാർ അവിടെ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ പുരോഗതി. അന്ന് നോർവേക്കാർ വന്ന് ചെറിയ ബോട്ടുകൾ ആദ്യം കൊടുത്തു. അതിലും ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. എൻ്റെ കുടുംബത്ത് 8 പേര്. അതിൽ ഏറ്റവും മൂത്തവനാണ് ഞാൻ. 3 അനിയന്മാർ മരണപ്പെട്ടു പോയി. ഇപ്പം ഞാനും ഏറ്റവും ഇളയ ഒരു അനിയനേ ഉള്ളു. പിന്നെ അന്ന് നോർവേക്കാർ വന്നപ്പോൾ ചിറ്റപ്പൻ കൊണ്ടുപോയാണ് എൻ്റെ മീൻപിടുത്തത്തിന്. അത് വല നീട്ടുന്നതായിട്ട് കണ്ടപ്പോൾ നോർവേക്കാർ എനിക്ക് അബ്രഹാം സാഹിബ് ഒരു 10 രൂപ അന്നത്തെ കാലത്ത് തന്ന്. 10 രൂപ എന്ന് കാണാനൊക്കെ കാലമല്ലായിരുന്നു. ആദ്യമായിട്ട് വള്ളത്തിൽ കയറുന്നത് ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടാണ്. അയാൾ കൊണ്ടുപോയത് വള്ളം അന്ന് മറിഞ്ഞ് അവർ പേടിച്ചു പോയി, ഞാൻ കൈവിട്ട് പോകുമെന്നാണ്. വെള്ളത്തിൽ നല്ലപോലെ നീന്തുമായിരുന്നു. ആ വെള്ളം പറ്റിച്ച് പിന്നെ പണിക്ക് പോയി മീൻ കിട്ടി. വള്ളം മറിഞ്ഞുടനെ എൻ്റെ പുണ്യവള്ളം എന്നെ രക്ഷിക്കണേ, അങ്ങയുടെ കയ്യിൽ എൻ്റെ ജീവനെ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു അന്ന്. പിന്നെ ഈ വള്ളത്തിൽ സ്ഥിരമായിട്ടുള്ള പണിക്ക് പോക്ക് അങ്ങോട്ട്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ സമയത്തിനുള്ള ആഹാരം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ജോലിക്ക് പോയില്ലെങ്കിൽ അന്ന് വീട് പട്ടിണിയാവും. ഇത് കൂടുതൽ കഷ്ടപ്പെട്ടാലേ അന്നൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലം അത് മാറിപ്പോയി. പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ മാതാവേ ഞങ്ങളുടെ ഈ ദുരന്തം മാറി കിട്ടത്തില്ലയോ എന്ന് പറഞ്ഞ് സന്ധ്യയ്ക്ക് ഇരുന്ന് മാതാവിൻ്റെ ഇരുന്ന് കൊന്ത പഠിക്കും. അങ്ങനെ ഉള്ള പ്രാർത്ഥനയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരമാല വരുന്ന പറഞ്ഞാൽ മാതാവേ ഞങ്ങളെ എന്തോ ചെയ്യാൻ പോകുന്നു പറഞ്ഞ് മാതാവേ എന്ന് വലിയ ഒച്ചത്തിൽ വിളിക്കും. ആ കടൽ ശാന്തപ്പെട്ടു പോയിട്ടുണ്ട്. മാതാവിനെ വലിയ ശക്തിയായിട്ട് മാതാവെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിക്കും. അങ്ങനെ ഒരുപാട് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവിനൊരു ബോട്ട് കിട്ടി, നോർവേക്കാർ കൊടുത്തു. 138. ആ ബോട്ട് നല്ലപ്പോൾ പോയ ദിവസം തന്നെ തിരയടിച്ച് മറിഞ്ഞു. ബോട്ടിനടിയിലായി പോയി. ഞാൻ മേളിൽ വന്നപ്പോഴേ എൻ്റെ തലയൊക്കെ പൊട്ടി ബ്ലഡ് കണ്ടുപോകാൻ പോയിക്കൊണ്ടിരിക്കുക. ഒരു ചിറ്റപ്പൻ എന്നെ കയറി പിടിച്ചു. മോനെ നീ ഇനി പേടിക്കില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല, ചിറ്റപ്പൻ്റെ കാര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നീന്തി ഞാനും കരക്കയറിയല്ല, വേറൊരു ബോട്ട് വന്ന് എന്നെ എടുത്ത് അങ്ങനെ രക്ഷപ്പെട്ടു. അന്ന് അതുമുതലൊക്കെ പണിക്ക് മീൻ പിടുത്തതിന് പോകും. നമുക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല.
വെള്ളത്തിൽ വീണ് ഇപ്പം ആ ബോട്ടിനടിയിലായിരുന്നപ്പോൾ വല്ലാർപാട് തമ്മയെ എന്നെ രക്ഷിക്കണമെന്ന്. അതിനുശേഷമാണ് ബോട്ട് ഒരു വാക്കിന് മലർന്ന് എനിക്ക് പുറത്തു വരാൻ ഒത്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അന്ന് ആ ഒരു വിളി വരുന്നത് ഒരു നായർ സ്ത്രീയും ഒരു കുട്ടിയും വള്ളം മുങ്ങി 3-ാമത്തെ ദിവസം എടുത്ത് അത് ഞങ്ങളെല്ലാവരും അതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്. ആ വല്ലാർപാട് തമ്മയാണ് എന്നെ അന്ന് രക്ഷിച്ചത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ബോട്ട് മറിഞ്ഞ് ബോട്ടിനടിയിലൊക്കെ ആയി രക്ഷപ്പെട്ടത്. അതുപോലെ പിന്നെ എനിക്ക് വിവാഹമൊക്കെ ആയി. ഇത് 23-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. 4 കുട്ടികളുമായി. ആ കൂട്ടത്തിൽ ജോലിക്ക് പോയി കിട്ടുന്ന ഭയങ്കര വെള്ളമടിച്ച് വെള്ളമടിച്ചുകൊണ്ട് നടന്നു. ലാസ്റ്റ് പൈൽസിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കൊല്ലം ആശുപത്രിയിൽ. ഓപ്പറേഷൻ കഴിഞ്ഞ് 18-ാമത്തെ ദിവസം കൊല്ലത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് കയറി പാസ്സായി ബഹറിനിൽ പോകാൻ ചാൻസ് കിട്ടി. അങ്ങനെ ബഹറിനിൽ പോയി ഫിഷിങ്ങിന്. ജൂൺ 15-ന് ഞങ്ങൾ ബോട്ട് വിട്ട് വളരെ വടക്ക് പോകാനായിട്ട് നേരത്തെ ഓടി. കായംകുളം തൂക്കി വന്നപ്പോൾ സൈലൻസറുമായി പൊടിഞ്ഞ് കള്ളിക്കകത്ത് വീണു. പുക കാരണം നിൽക്കാൻ വയ്യ. തിരിച്ചിവിടെ വന്ന് അതുകൊണ്ട് വെൽഡ് ചെയ്തുകൊണ്ട് വിട്ടപ്പോൾ കോള് തുടങ്ങി. എന്നിട്ട് മക വയ്ക്കാതെ പോയി 17 മാറിൽ ചെന്ന് വലയിട്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൽ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബോട്ട് അഴിക്കകത്ത് കയറുന്ന ഞങ്ങളുടെ പുറകു വന്ന ബോട്ടുകൾ മറിയാൻ ഭാവിച്ചു. അത് വശമറിയാതെ ഓടിച്ചവരാണ് കൂടുതലും മറിഞ്ഞത്. കാറ്റിനെതിരെ തൂക്ക നിർത്തി ഓടിയവർക്ക് ആർക്കും കുഴപ്പമില്ല. പെട്ടെന്ന് അഴിക്കകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചവരാണ് കൂടുതലും മറിഞ്ഞ് അപകടം ഉണ്ടായത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇടപെടലായിരുന്നു ദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളെ കൈവെള്ളയിൽ വെച്ച് കാത്തതാണ് പുണ്യവളം ജാൻപെട്ടോ. അതിന് ഞങ്ങൾക്കൊരു സംശയമുള്ള കാര്യമല്ല. ഇപ്പോഴും ആളുകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുണ്യവളം. വിശ്വാസം ഞങ്ങൾ ദൈവത്തെ വിളിക്കാതെ ജോലിക്ക് പോകാൻ പോകത്തില്ല. വെള്ളത്തിലായാലും ബോട്ടിലായാലും കയറുന്നതിന് മുമ്പേ നമ്മളുടെ പ്രാർത്ഥിച്ചിട്ട് വെള്ളത്തിൽ കയറുക ബോട്ടിൽ പോകത്തുള്ളൂ. വലയിടുന്നതിന് മുമ്പേ അങ്ങനെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മീൻപിടുത്തക്കാരുടെ തലവൻ പത്രോസാണ്. പത്രോസിൻ്റെ പ്രാർത്ഥിച്ചിട്ട് വലയിടത്തുള്ളൂ. ഇവിടുന്ന് പോയി ബോട്ടിലോ വള്ളത്തിലോ നമ്മൾ പോകുന്ന എൻ്റെ അടുത്ത് ചെന്ന് കയറുമെന്ന് പറഞ്ഞാൽ എത്രയും ദയുള്ള മാതാവിൻ്റെ ജപം പഠിക്കും. എന്നിട്ട് ബോട്ടായാലും വള്ളമായാലും വിടത്തുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും അത് കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടേ ജോലിക്ക് പോകത്തുള്ളൂ. മാതാവ് എല്ലാത്തിലും ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. ഇന്നും എപ്പോഴും ഉറപ്പുണ്ടത്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അമ്മ വഴിയല്ലാതെ മകനിരിക്കുക ഒരു കാരണവശാലും പാൻ പറ്റത്തില്ല. അമ്മ പ്രാർത്ഥിച്ചാൽ മകനിരിക്കുക അമ്മ പറഞ്ഞോളൂ, നമ്മളെ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾ. ഒരു 3 വർഷത്തിന് മുമ്പ് എൻ്റെ വള്ളത്തിലൊരു കടൽ പിടിച്ചത് എൻ്റെ പുറത്ത് വന്ന് അടിച്ച് ഞാൻ വെള്ളത്തിൽ പോയി. വലയിൽ കുരുങ്ങിപ്പോയി. ഞാൻ വള്ളവും ഒരാളുമായിട്ട് കര പോയി. വല കണ്ടിച്ചുകളന്നുകൊണ്ട് ഓടിച്ച് വരാൻ പറഞ്ഞിട്ട് അവൻ ചലിച്ചില്ല. വല കീറി നീന്തി ഞാൻ അടുത്ത് ചെന്ന് വള്ളത്തിൽ കയറി വള്ളം മാറ്റിയത്.
കടലിനകത്ത് നിന്ന് മാറിപ്പോയിരുന്നു. വലയിൽ കുരുങ്ങിയപ്പോൾ ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് കണ്ട് ഞാൻ മാതാവ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ആരോഗ്യം എടുത്ത് വല വലിച്ചു കീറി. ഈ നൈസ് വലയാണത്, ഈ റോള് വല എന്ന് പറയും. ആ വല വലിച്ചു കീറി ഞാൻ വലയിൽ നിന്ന് പുറത്ത് വന്ന് നീന്തി വള്ളത്തിൽ കയറിയത്. അന്നേ എനിക്ക് അവിടെ പറ്റിയ കാലത്ത് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരാൾ മരിച്ച കടലിൽ. അത് എനിക്ക് മനസ്സിലൊരു ഭയമായിട്ട് തോന്നി. ഇപ്പോഴും വെള്ളത്തിൽ വീണാൽ നീന്തി കയറാമെന്നുള്ള ധൈര്യവും ഉറപ്പും ഉണ്ട്. വിശ്വാസം എൻ്റെ അമ്മ എന്നെ ഇത് പഠിപ്പിച്ചത്. പള്ളിയിൽ പോകാതെ ഒരു ദിവസവും ഇരിക്കാൻ പറ്റത്തില്ല. ഞായറാഴ്ച കറക്റ്റായിട്ട് പള്ളിയിൽ പോകണം, എന്നാലേ ആഹാരം പോലും തരത്തില്ല. അമ്മ മീൻ കച്ചവടത്തിന് പോവുമായിരുന്നു. അന്നത്തെ കാലത്ത് അത് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ ഓരോ അമ്മമാരും കൊണ്ട് വിറ്റാണ് അതിൻ്റെ കാശ് കൊണ്ടുവന്ന് വീട് കഴിഞ്ഞ് കൂടുന്നത്. അമ്മ ഞായറാഴ്ച കറക്റ്റായിട്ട് പള്ളിയിൽ പോയില്ലെങ്കിൽ ആഹാരം തരത്തില്ല. അങ്ങനൊരു കാലമായിരുന്നു അത്. അന്ന് അമ്മമാരെ അല്ല അപ്പന്മാരെയും വലിയ ഭയമായിരുന്നു. ഇപ്പോൾ ഉള്ള മക്കൾക്ക് അതൊന്നുമില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ 6 മണിക്ക് ശേഷം പണിക്ക് പോകും ബോട്ടിൽ. 6 മണി കഴിയാതെ വല വെള്ളത്തിലിടത്തില്ലായിരുന്നു. ഇപ്പോൾ 12-1 മണിയാകുമ്പോഴത്തേന് കര വരും, ചരക്ക് വിറ്റ് എല്ലാവരും വീട്ടിൽ പോരും. ഇപ്പം ആഴ്ചകളോളം കടലിൽ കിടന്നുള്ള മീൻപിടുത്തമാണ്. അന്നത്തെ കാലത്തെ മീൻപിടുത്തമായിരുന്നെങ്കിൽ ഇന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവരും നമുക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും, യോഗമാല എത്തിക്കും അവരിരുന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളവർ അത് ഉണ്ടോ എന്ന് തോന്നുന്നു നമുക്കറിയാൻ പറ്റത്തില്ല. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ അത് കൃത്യമായിട്ട് നടത്തുമായിരുന്നു. ഒരു മരിച്ചിട്ട് 23 വർഷം കഴിഞ്ഞു. അപ്പനൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് അപ്പൻ്റെ കൂടെ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ട്. അത് അന്ന് കൊണ്ടുപോകത്തില്ല. അതിന് ഒരു ചെറിയ വിഷമത്തിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുറേ നേരമൊക്കെ എവിടെയെങ്കിലും പോയി അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി. പിന്നെ ലാസ്റ്റ് നമ്മളെ നമ്മളെ പണിക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. മറ്റു കൊച്ചു അനിയന്മാരെയൊക്കെ ഇവരുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മളും ജോലി ചെയ്യേണ്ടി വന്നു. ദൈവത്തിൻ്റെ കൈത്താങ്ങില്ലാതെ ഒന്നും നടക്കത്തില്ല. അത് എപ്പോഴും 100% ഉറപ്പുള്ള കാര്യമാണ്. അത് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നത്. ഇപ്പോഴത്തെ ഈ ബോട്ടിൻ്റെ പണിക്ക് ഞാൻ പോകുന്നില്ല. വള്ളത്തിൽ പോകുന്നുണ്ട്. അത് ഈ ബോട്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് വള്ളത്തിൽ മത്സ്യം കിട്ടാതായി. കറിയുടെ മീൻ പോലും കിട്ടാൻ സാധ്യതയില്ലാതായിപ്പോയി. ഈ ബോട്ടുകാരുടെ പണിയുടെ കൊണ്ടാണ് കൂടുതലും അത് സംഭവിച്ചത്. ആധുനിക രീതിയിലുള്ള വലയിറക്കി അവർ കുഞ്ഞു മത്സ്യങ്ങളെ കൊണ്ടുവന്ന് വളത്തിന് കൊടുക്കുന്ന കാരണം കൊണ്ടാണ് അത് സംഭവിച്ചത്. വർഷത്തിൻ്റെ ലക്ഷണം ഞങ്ങൾക്ക് കാലാവസ്ഥ പറഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾക്കറിയാം. ചന്ദ്രൻ കാണുമ്പം വർഷം വരും എന്ന് ആ ചന്ദ്രനിൽ കൂടെ നമുക്ക് തെളിയും. പിന്നെ അല്ലാതെ മഴ കാലം വരുമ്പം വേഴാമ്പലം എന്ന് പറഞ്ഞൊരു സാധനം പടിഞ്ഞാറ് വന്നിരുന്ന് കരയും. അതൊക്കെ വർഷത്തിൻ്റെ മുൻകൂട്ടിയുള്ള സംഭവമാണ്. അത് മനസ്സിലാക്കി ഞങ്ങൾ പോകത്തുള്ളൂ. ഭയന്നിട്ട് കാര്യമില്ല. ഇത്
രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും, ഇത്രയേ ഉള്ളൂ. ഭയക്കുന്നവർ അപകടത്തിൽ പെടുകയും ചെയ്യും. കട്ടി ഈ പറഞ്ഞില്ലേ, മാതാവിനെ മുറുകെ പിടിച്ച് ഞങ്ങൾ പോവും വരും, ഒരു ആപത്തും വന്നിട്ടില്ല. എൻ്റെ ഒരു അനിയൻ്റെ ബോട്ട് ക്രാങ്കൊടിഞ്ഞ് കടലിൽ കിടന്നു. ക്രാങ്കൊടിഞ്ഞ് കടലിൽ കിടന്ന ബോട്ട് കെട്ടാൻ ഇവിടെ ഭയങ്കര ധൈര്യത്തിൽ പോകുന്ന സണ്ണിപ്പൊരി എന്ന് വിളിക്കും. അവൻ ചെന്ന് ചെന്നുകൊണ്ട് തിരിച്ചു വന്നു. അതിലുള്ള എൻ്റെ ഒരു പെങ്ങളുടെ മോനാ. ആ പെങ്ങള് ബോട്ട് കടയിൽ കിടന്ന് ഉരുളുന്ന കണ്ടുകൊണ്ട് ഞാൻ പോയ ബോട്ടിൻ്റെ മുതലാളിയുടെ കാശും എല്ലാം ഈ എൻ്റെ അനിയൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ബോട്ട് കഴിച്ച് പോയി ബോട്ട് കെട്ടി കൊണ്ടുവന്ന് കടലൊക്കെ പിടിച്ച് വെള്ളമൊക്കെ വീണ് അന്ന് രക്ഷപ്പെട്ട്. ഈ ബോട്ട് മുതലാളി എന്ന് പറഞ്ഞ ആൾ ക്രാങ്കൊടിഞ്ഞ് ഞാൻ ആളിനെ എടുത്തുകൊണ്ട് വന്നേ വിചാരം ബോട്ട് കളഞ്ഞുകൊണ്ട് വരാനും എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയാം, ബോട്ട് കളഞ്ഞുകൊണ്ട് വരാനല്ലല്ലോ കൊണ്ടുപോയത്, ബോട്ടുകാട്ട് വരാനാ. പെങ്ങളുടെ ആ പ്രയാസം കണ്ടുകൊണ്ടാണ് ഞാൻ അന്ന് ആ മനക്കരുത്ത് കാണിച്ചത്, പോയതും. ഒരു 4-5 മാരിയൊക്കെ പിടിച്ചാൽ ഞങ്ങൾ പോയത്. 16 മാറി കിടക്കുന്നതാണ് പറഞ്ഞത്, ബോട്ട് വഴി പോയിക്കൊണ്ടിരുന്നത്. അന്ന് പോയില്ലെങ്കിൽ ബോട്ട് കിട്ടത്തില്ല. പള്ളിയുടെ പടിഞ്ഞാറ് നിൽക്കുകയായിരുന്നു. എൻ്റെ കൂടെ ഒരു 3-4-5 പേരുണ്ടായിരുന്നു. തെക്ക് നിന്നുകൊണ്ട് ഈ തിര വരുന്ന സമയത്ത് ആളുകളെല്ലാം ഓടിയപ്പം ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തും നമ്മളെ എടുത്തുകൊണ്ട് പോകും. ഞാൻ ആ ഒരു തെങ്ങിലങ്ങ് പിടിച്ച് കയറി. തെങ്ങിൽ പകുതി കയറി എൻ്റെ അടുത്ത് നിന്ന ആളുകളെല്ലാം അടിച്ചുരുട്ടി കൊണ്ടുപോയി. അതിൽ മാണിക്യം തമ്പി എന്ന് പറഞ്ഞ ആളിനെ കൊണ്ട് കടലടിച്ച് കൊണ്ടുപോയി സീവാളി കൊണ്ട് അടിച്ച് കൈയൊക്കെ ഒടിഞ്ഞാണ്. എൻ്റെ ഒരു അപ്പച്ചപ്പൻ അപ്പുറം, അയാൾ ഉരുട്ടി ഇങ്ങ് പള്ളിയുടെ ഇപ്പുറം വടക്കുവശം കൊണ്ടുവന്നു. അവിടെ ഇരുന്ന വണ്ടി എല്ലാം ഒഴി പല വാക്കിനും പോയി. ഓടി വന്ന ബോട്ടുകൾ ഒരു 4 മാറ് വെള്ളമുള്ള സ്ഥലത്തൊക്കെ ബോട്ട് ഉറച്ച് ചരിഞ്ഞ് ഈ കടൽ വരുന്നതിന് മുമ്പേ വലിച്ച് വെള്ളം പറ്റിച്ച്. ഈ അഴീക്കലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം പറ്റിയത് കണ്ടുകൊണ്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയ ആളുകളാണ് കൂടുതലും മരിച്ചത്. വെള്ളം പറ്റിയപ്പോൾ മീനെല്ലാം കിടന്ന് പിടയ്ക്കുന്നത് കണ്ട് അവർ ചാടി ഇറങ്ങി മീൻ പറക്കാനായിട്ട്. അങ്ങനെ അവർക്കൊക്കെ അവിടെ ഉണ്ടായത്. ഇവിടെ ഒരു വല്യമ്മ മാത്രം അവർ പറഞ്ഞതിനെ അനുസരിച്ചില്ല, അവിടെ തന്നെ ഇരുന്ന് കട്ടിലിൻ്റെ താഴെയായിപ്പോയി. അവർക്ക് മേളിലോട്ട് എണീക്കാനത്തില്ല. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് തിരുന്താതി കഴിഞ്ഞ് ജപമാല എത്തിക്കും. എന്നിട്ട് ആ ചാപ്പാട് കഴിച്ചിട്ട് കിടക്കത്തുള്ളൂ. അത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും നടത്തിയിരിക്കും. 7:30-ക്ക് മുമ്പ് തിരുന്താതി ജപമാലയും എത്തിച്ചിരിക്കും. ഞായറാഴ്ച പള്ളി പോകേണ്ട വൈകി മുടങ്ങും, പണിക്ക് പോകത്തില്ല. മുടങ്ങാതെ പോകുന്ന, ഇപ്പം ഈ ബോട്ടുകൾ വന്നപ്പോൾ മുടങ്ങാതെ പോകുന്ന ആളുകളുണ്ട്. ഞങ്ങളെ പ്രായക്കാരൊക്കെ ഇപ്പോഴും കറക്റ്റായിട്ട് ആ ഞായറാഴ്ച മുടങ്ങും. ആദ്യമായിട്ട് ബഹറിലേക്ക് പോന്ന് കൊല്ലത്ത് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് കയറി പാസ്സായി. അങ്ങനെ പോകാനുള്ള ചാൻസ് കിട്ടിപ്പോയി. അവിടെ ചെന്ന് ചൂട് കൊണ്ട് നാട്ടിൽ വരണമെന്ന് വിചാരിച്ചു അന്നേരം തന്നെ. അവർ പറഞ്ഞ് ഇപ്പോൾ അങ്ങ് മാറും, കുഴപ്പമില്ല. പണിക്ക് പോയി. ഈ ജമീൻ പിടിച്ച് കൈയൊക്കെ പൊട്ടി, അങ്ങനെ പ്രശ്നമുണ്ടായി. നാട്ടിൽ വരണമെന്ന് നിർബന്ധം പിടിച്ചു. ഇവിടുന്ന് ഞാൻ പോയതിൻ്റെ 6ാമത്തെ ദിവസം എൻ്റെ അമ്മ മരിച്ചു. അന്ന് ഫോണൊന്നുമില്ല. ലെറ്റർ വന്നപ്പോൾ 21 ദിവസം കഴിഞ്ഞാൽ ലെറ്റർ കിട്ടിയത്. അറബിയല്ല, ഗ്രീക്കുകാർ പറഞ്ഞ് നിന്നെ
ഏറ്റവും ഫസ്റ്റിൽ തന്നെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ട് ആദ്യം 10 മാസം കഴിഞ്ഞ് പറഞ്ഞാൽ വിട്ട് 2 മാസത്തെ ലീവ്. പിന്നെ 2 മാസം കഴിഞ്ഞ് വീണ്ടും പോയി. 4-5 മാസം കൊണ്ട് ആ കമ്പനി പൂട്ടി. അവർ പോയി. ഞങ്ങൾ പണിയൊക്കെ തീർന്ന് എല്ലാവരും നാട്ടിൽ പോരുന്നു. ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 3-4 പേരുണ്ട്. ബാക്കി ഉള്ള ആളുകളൊക്കെ തീർന്നു പോയി. അവിടെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കപ്പലുകൾ പണി നിർത്താൻ ഉടനെ ഓടി സൗദിയുടെ വടക്ക് പടിഞ്ഞാറ് ഒരു കുളം പോലുണ്ട്, അവിടെ കൊണ്ടുവന്ന് ആങ്കർ ചെയ്യും. അവിടെ തന്നെ കിടക്കും. ആ കാറ്റ് തീരുമ്പോഴേ എന്നെ കണ്ട് മറ്റൊരാൾ ചിരിക്കും, അയാളെ കണ്ട് ഞാൻ ചിരിക്കും. പൊടി പിടിച്ച് ആളുകളെ രൂപം മാറിപ്പോവും. അങ്ങനെ ഉള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആഴങ്ങളിൽ 10 വയസ്സ് മുതൽ മീൻ പിടിക്കാനിറങ്ങി. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ 80 വയസ്സ് കഴിഞ്ഞു ഇതേവരെ മീൻ പിടിച്ചത്. ദൈവം തന്നെ എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇനിയും മീൻ പിടിക്കാൻ പോകാനുള്ള ആഗ്രഹമുണ്ട്. മീൻ പിടിക്കാൻ പോവുകയും ചെയ്യും എന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് നന്ദി.